ഇന്നലെ ഇവിടെ കൊണ്ടുവച്ച വണ്ടികൾ ഇതിപ്പോ എവിടെ പോയി? ഇങ്ങനെ കൊണ്ട് ഇയാള് തന്നെ എടുത്തോണ്ട് പോയി കാണും വണ്ടി. അയ്യോ അണ്ണാ, ഓ നിങ്ങൾ ഇതെവിടെ പോയതാ? ഞാൻ ഇഞ്ചി വാങ്ങിക്കാൻ പോയി കുഞ്ഞെ. ഇഞ്ചി മേടിക്കാൻ പോകണമെങ്കിൽ എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? എനിക്ക് പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് പുറത്തു കൊണ്ടാണ്. അല്ല പറഞ്ഞിട്ട് പോയിട്ട് കുഞ്ഞ് കിടന്ന് ഉറക്കമല്ലായിരുന്നു. അപ്പോഴും ഉണക്കുന്നത് ശരിയല്ലല്ലോ, അതൊന്നും പറയാതെ പോയി. അല്ല വണ്ടി ഒന്ന് തള്ളിക്കൊണ്ടുവന്ന്. അയ്യോ താഴെ എത്തിയപ്പോ ഓഫായി പോയി. എന്ത് ചെയ്യൂന്ന് പറ. വണ്ടി ഓഫായി പോയോ? ഓഫായി പോയി. സ്റ്റാർട്ട് ആവണില്ലേ? സ്റ്റാർട്ട് ആവുന്നില്ല. എന്ത് നിങ്ങൾ എന്ത് പണിയാണ് ഈ വണ്ടി കിട്ട് കാണിച്ചിപ്പം? അയ്യോ ഒന്നും കാണിച്ചില്ല കുഞ്ഞെ. ഇതാ നോക്കിയാണ്, ഇത് ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടാകും. താഴെ ചെന്നപ്പോ ഓഫ് ആയിപ്പോയി. എന്ത് ചെയ്യൂന്ന് പറ. ചോക്ക് പിടിച്ച് വലിച്ചാ നിങ്ങള്? അങ്ങനെ വണ്ടി മിക്കവാറും പെട്രോൾ ഓവർഫ്ലോ ആയി കാണും. പെട്രോൾ തീർത്ത് നിങ്ങള് ചോക്കും പെൻസിലും ഒക്കെ ആക്കേണ്ടത് എന്തോ സ്കൂളാ? പോകണ്ടായിരുന്നു. എന്റെ അമ്മയുടെ അമ്മമ്മ ഞാൻ ഒന്നും ചെയ്തില്ല. സത്യമായിട്ടൊന്നും ചെയ്തില്ലേ? നിങ്ങൾ സത്യം പറയാൻ എന്താ ചെയ്തേ? ഇത് തന്നെ ചെയ്തു, അല്ലാതെ വേറെ ചെയ്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ വണ്ടി എടുത്തെന്ന് പറഞ്ഞ അടി. കുഞ്ഞെ ഞാൻ വേറെ കേസ് പറയാം. സത്യം പറഞ്ഞാൽ ഇതിൽ മായമുണ്ട്. ഇതിലൊക്കെ മായമാണ്, സർവ്വതിലും മായമാണ്. നമുക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുത്താലാ? നിങ്ങളോട് കൊടുക്കും. അത് ഞാൻ എങ്ങനെ കൊണ്ടു കൊടുക്കും? കുഞ്ഞിന്റെ വണ്ടിക്ക് വേണ്ടി കുഞ്ഞല്ലേ കൊണ്ടുവന്ന് കേസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? അയ്യോ എന്റെ ഇഞ്ചി ഇങ്ങടത്തോട്ട് വരുന്നുമില്ലല്ലോ പൊന്നെ. ഇഞ്ചി അണ്ണഞ്ചി ഇത് ഇഞ്ചി വേണ്ടേ? ഇഞ്ചി വേണ്ട. ഇഞ്ചി ഒരുമാതിരി കുറ്റം പറയുന്നത്. അത് ഇങ്ങനെ അങ്ങനെ വലിക്കാം. അങ്ങനെ കണ്ട ഇത്രേ ഉള്ളൂ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പതുക്കെ പതുക്കെ ഇങ്ങനെ കറക്റ്റ്. എനിക്ക് ചോദിക്കാതെങ്ങാനും വണ്ടി ഞാൻ എടുക്കൂല. എന്റെ അമ്മയുടെ അമ്മമ്മയുടെ എടുക്കൂലേ? ഷോക്കും കൊണ്ട് വണ്ടി എവിടെ പോണു? സ്കൂളിൽ പഠിക്കാൻ പോണം. ചുമ്മാ പറ്റിക്കാൻ വേണ്ടിട്ട് മനുഷ്യൻ ഒരു ഇഞ്ചി വാങ്ങിക്കാൻ പോയത് വലിയ കുറ്റമായി. AC കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. അതാണ് കൂളിംഗ് ഇല്ലാത്തത്. ആ പെട്ടെന്ന് നോക്ക്. ഓക്കെ ഓക്കെ അല്ല, ഓക്കെ സാർ. ഓക്കെ സർ. ദാറ്റ്സ് ബെറ്റർ. താൻ ആസാമിയാണോ? അതെ. ലുക്ക് കണ്ടപ്പോ തോന്നി. അല്ല താനെന്താ ഈ സ്പെക്സ് ഒക്കെ വെച്ചേക്കുന്നേ? കണ്ണിൽ ചെറിയൊരു അലർജിയാണ്. ഓ തന്റെ പേരെന്താ? സുരാസു. ആ സുരാസു. സ്റ്റേജ് കൊള്ളാം. താൻ ആദ്യമായിട്ടാണല്ലോ ഈ പണി ചെയ്യുന്നേ? അതെ. ടെൻഷൻ കണ്ടപ്പോ തോന്നി. എന്തായാലും പണി നടക്കട്ടെ. അല്ല പിന്നെ സുരാസു, ഇവിടെ അടുത്ത് നല്ല പെണ്ണുങ്ങൾ വല്ലോ കാണൂ? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരുമില്ല സാറെന്ന് പറ സുരാസു. ഇല്ല സാർ. ആ നമ്മളെ ക്ലയന്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്താലേ നമ്മുടെ ബിസിനസ് വളരും. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. നിന്റെ ബിസിനസ് ഇന്നത്തോടു കൂടി പൂട്ടിച്ച് തരാടാ പന്നെ. ആ പിന്നെ സുരാജ് ഉണ്ട് ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നേ? ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. എവിടെ? ഇവിടെ. ഓ പണി തീരാറാ? ഇപ്പൊ തീരും. ഹലോ സ്വപ്ന, you finally here. ഇതാണോ നിന്റെ പാർട്ട്ണർ? ഇതാ ഇത് ഇവിടുത്തെ ജോലിക്കാരൻ കണ്ടറിഞ്ഞൂടെ? തന്റെ പണിയൊന്നും കഴിഞ്ഞില്ല ഇതുവരെ.
കയ്യിലെങ്കിലും പോതാ. എന്താ ഇതിന്റെ ബിസിനസിന്റെ ഡീലൊക്കെ? ആ ഒരു 50 lakhs റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി അറേഞ്ച് ചെയ്യണം. താൻ ഇതുവരെ ഒരു മിനിറ്റ് പോയില്ലേ? താൻ ഇതുവരെ ഇറങ്ങി പോ. എന്തായാലും നിന്റെ നീ പൈസ വാങ്ങിച്ചിട്ട് പോടോ. മച്ചി, ഈ ഐസക് ന്യൂട്ടൻ ഇല്ലേ? അതാര്? ഐസക് ന്യൂട്ടൻ ഞാൻ പറഞ്ഞേക്ക്. ഐസക് ന്യൂട്ടന്റെ തലയില് ആപ്പിള് വീണപ്പോഴല്ലേ പുള്ളി ഓരോന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഈ ഐസക് ന്യൂട്ടൻ ആരാന്ന് ആദ്യം പറ. ഐസക് ന്യൂട്ടൻ ആരാ? ഐസക് ന്യൂട്ടൻ വലിയൊരു സയന്റിസ്റ്റ് ആണ്. പുള്ളി കണ്ടുപിടിച്ചതാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഭാഷ നീ സംസാരിക്കണമെന്ന്. അതായത് ഇതിങ്ങനെ പിടിച്ചിട്ട് താഴോട്ടല്ലേ വീഴും, മുകളിലോട്ട് പോകില്ല. അതാണ് പുള്ളി കണ്ടുപിടിച്ചത്. അല്ല ഇതിപ്പോ പുള്ളി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതെല്ലാം താഴോട്ട് വീഴാൻ തുടങ്ങിയേ. അതിന് മുമ്പും അങ്ങനെ തന്നെ അല്ലായിരുന്നു. ഇവിടെ പുള്ളി കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഈ സഞ്ചി താഴോട്ട് തന്നെയല്ലേ വീഴത്തുള്ളൂ, മുകളിലോട്ട് പോകത്തില്ലല്ലോ. എന്തോ പുള്ളി കണ്ടുപിടിച്ചേ? അയാള് കണ്ടുപിടിച്ചാലില്ലെങ്കിലും താഴോട്ട് പോകും. അമ്മച്ചി പിടിച്ചോ. അല്ല എന്തോ പുള്ളി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അമ്മച്ചി കണ്ടുപിടിച്ച ഭൂഗുരുത്വാകർഷണ ബലം. എന്തോ ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ പോലെ തന്നെ ഒരു തൊഴിലില്ലായിരുന്ന മനുഷ്യനാണ് ഈ പറഞ്ഞ ആള്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നിന്നത്. ഐസക് ന്യൂട്ടൻ ആരാന്ന് അമ്മച്ചിക്ക് അറിയാൻ മനസ്സിലായി. ഐസക് ന്യൂട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വർണ്ണവില മേളിൽ കയറിയിരിക്കോ? അതൊന്നും താഴോട്ട് ഇറക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. എന്നാ പിന്നെ മിണ്ടരുത്. നീ നിന്റെ ഐസക് ന്യൂട്ടൻ ചന്തയിൽ പോയി മീൻ മേടിച്ചോണ്ട് വാ. ചന്തയിൽ പോയി ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വാ. ചന്തയിൽ ഡോക്ടർ തലയെടുക്കലെന്ന് പറഞ്ഞിട്ടുള്ളേ. തലയും കൊണ്ടാണ് എന്റെ മക്കള് നടക്കുന്നേ. വീട്ടിൽ ഇരുന്ന് അമ്മച്ചിയുടെ മോൻ നോക്കി ഇരിക്കണം ഡോക്ടർ എപ്പോഴും പറഞ്ഞിട്ടുള്ളേ. ഭക്ഷണം കഴിച്ച് ആണോ? നമ്മൾ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോഴേ അമ്മച്ചി മീൻ മറുത്തുണ്ടോന്ന് ചോദിക്കുമ്പോ ഇവിടെ ഇല്ല മീൻ മറുത്തത്. തിന്നാൻ വേണോ? എന്നാ പൈസ ഇതിനകത്തുണ്ട്. 50 രൂപയുണ്ട്, മേടിച്ചോണ്ട് വാ. 50 രൂപയുണ്ട്, മേടിച്ചോണ്ട് വാ. അമ്മ 50 രൂപയ്ക്ക് എന്തോന്ന് മീൻ കിട്ടും അമ്മച്ചി? ഞാൻ തോട്ടി പിടിച്ചോണ്ട് വരാം. കൊച്ചു മീൻ അങ്ങനെ വല്ലതും. ഇവിടെ 2 3 മത്തി ആണല്ലോ നീ മേടിച്ചോണ്ട് വാ. 1.5 മത്തി എനിക്ക്, 1/2 മത്തി നിനക്കും. 1.5 മത്തി എനിക്കും, 1/2 മത്തി നിനക്കും. അതെന്താ അമ്മ? 1/2 മത്തി എനിക്ക്, 1.5 മത്തി അമ്മച്ചിക്കും. എനിക്ക് വന്ന് തരൂലേ? പോട്ടെ, തലയും മുള്ളും കൂടെ കൂട്ടി ഇച്ചിരി കൂടെ തരാം. പോയിട്ട് വരാം. ഇന്നത്തെ അതിനകത്തൊരു പാട്ടായിരിക്കുന്നത്. അത് മക്കളെ ആ പോന്ന വഴിക്കാണല്ലോ റേഷൻ കട. തിരിച്ചു വരുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടല്ലോ. ആണ് ഇച്ചിരി മണ്ണെണ്ണ മേടിച്ചോണ്ട് വരണേ. ഉറക്കത്തെ എന്നെ വെച്ച് കത്തിക്കാനായിരിക്കും. നിന്നെ കത്തിക്കാനാണ് എനിക്കൊരു ചൂട്ടുകറ്റയുടെ ആവശ്യമല്ലേ ഉള്ളൂ. മണ്ണെണ്ണ എന്തിനാ? ഇത് അടുപ്പ് കത്തിക്കാനാ. പോയി മേടിച്ചോണ്ടോ. തല എനക്കാതെ പോണേ മക്കളെ. അളിയാ നീ എന്റെ കൂടെ വന്നേ. അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ പോകാൻ? ഒരു സ്ഥലത്തുണ്ട്. നീ വാ. അയ്യോ ഇല്ല, പണ്ണച്ചെറുക്കൻ എന്തോന്ന് വന്നേക്കോ. ഈ തല എനക്കരുതെന്ന് പറഞ്ഞത് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വന്നേക്കാ. മോനെ നീ ഇതെവിടെ പോവാ മക്കളെ? നമ്മുടെ കണ്ണൊന്ന് തെറ്റി അപ്പൊ ഇറങ്ങി നടക്കുമല്ലോ നീ. എന്റെ കുഞ്ഞെ അവൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ അങ്ങ് എഴുന്നേറ്റ് നടക്കുവാ. അല്ലേ കവറ് നിന്റെ എങ്ങനെ വന്ന്? അമ്മ കരയിച്ചേ നീ അടക്കുമല്ലേ മക്കളെ? ഡോക്ടർ എന്താ നിന്റെ അടുത്ത് പറഞ്ഞ്? തലയടക്കരുതെന്ന് പറഞ്ഞതല്ലേ? എന്തിനാണോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? പ്രതീക്ഷ പോലെ ഇവനോട് മക്കളൊന്ന് പറ, ഇറങ്ങി നടക്കരുതെന്നൊന്ന് പറ. മനു വരുന്നുണ്ടോ? ഇല്ല മക്കളെ, ഇല്ല. അവൻ വരുന്നില്ല. അവന്റെ തലയടക്കാൻ പാടില്ല മോനെ. മക്കളെയല്ലേ മക്കളെയല്ലേ മക്കളെ പോക്കളെ പോക്കളെ പോക്കളെ. அம்மா சோபனை பார்த்திருக்கு, സമീറ ഷെട്ടിയെ பார்த்திருக்கு, ആഞ്ജലില ഗോമസിലെ பார்த்திருக்கு. ഉന്നെ മാതിരി ഒരു നടികയെ ഞാൻ അമ്മച്ചിയാണ് കണ്ടിട്ടില്ല. അമ്മച്ചി പൈത്യക്കാരാ പോയി മീൻ മേടിച്ചോണ്ട് വാ. ചെല്ല് പോടാ. നിന്റെ ജനിച്ചപ്പോഴേ എന്നെ കൊന്നു പറഞ്ഞുകൂടായിരുന്നു.
അയ്യോ ജനിച്ചപ്പോഴേ കൊന്നുകൂടായിരുന്നു. കൊല്ലണമായിരുന്നടാ. കൊന്നാതെങ്കിൽ എനിക്ക് രണ്ടാമത് കല്യാണം കഴിച്ച സുഖമായിട്ട് എനിക്ക് ജീവിക്കായിരുന്നു. എനിക്ക് സംശയമുണ്ട് എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നായിരിക്കും. എന്ത് ദൈവമേ, പന്ന ചെറുക്കൻ പറഞ്ഞിട്ടോ എന്റെ അച്ഛനെ ഞാൻ കൊന്നു. ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ കൊള്ളാവടാ. നാട്ടുകാരെല്ലാം കേൾക്കത്തില്ലേ? സത്യം ഉണ്ടെങ്കിലും ചേച്ചി ഒരു ഹെൽപ്പ് ചെയ്യൂ. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു ഈ ഹോട്ടലിൽ? എവിടെയെങ്കിലും മേളിലോട്ടോ അങ്ങനെ റൂം വല്ലതും എടുക്കുന്നുണ്ടോ? അറിയില്ല. ഇല്ല. ചേട്ടാ ഈ പത്രം ഒന്ന് മാറ്റൂ. ചേട്ടാ ഇങ്ങനെ ഒരാളിനെ ഇവിടെ കണ്ടിരുന്നു? ചേട്ടൻ എത്ര നേരം ഇവിടെ വന്നിട്ട്? ക്ലിയർ ആയില്ല? ഇനി പേടിച്ചിട്ട് കാര്യമില്ല. എല്ലാം വരുന്നത് വെച്ച് എന്നെ കാണാം. ഞാൻ വരുന്നതിന് മുന്നേ നിനക്ക് നല്ല തന്നിട്ടുണ്ടല്ലോടാ ആരോ. എങ്ങനെ കിട്ടാതിരിക്കോടെ പട്ടി. നിന്റെ കൈ ഇപ്പൊ അങ്ങനെയല്ലേടാ? ഓ നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് ഇപ്പൊ മനസ്സിലായാ? പറയടാ എന്റെ പൈസ എവിടെയാടാ? കാണിക്കുന്നേ ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. നീ ഇവരെ കൊന്നു കഴിഞ്ഞിട്ട് എന്തുവാ ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിട്ടോ? നഷ്ടപ്പെട്ട പൈസ എത്ര വെച്ചാൽ നീ തിരിച്ചുണ്ടാക്കാൻ പറ്റും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കല്ലേ. പറയുന്നു കേക്ക്. ഇങ്ങോട്ട് പറഞ്ഞു പറടാ. ആര് പറഞ്ഞാണ് നീ കളിയൊക്കെ കളിച്ചത്? ശ്രീധരൻ മേനോൻ എന്റെ അങ്കിളാണ്. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. പിന്നെങ്ങനെയാണ് എന്റെ അമ്മേനകത്തിന് ഉണ്ടായത്? എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം അയാൾക്കേ അറിയാവും. കാശും അയാളുടെ കയ്യിലാണ്. ഇതെല്ലാം കുറച്ചു മുന്നേ വന്ന ഗുണ്ടയെടുത്ത് ഞാൻ എല്ലാം പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? എന്നെ അടിക്കല്ലേ. എനിക്ക് വയ്യ. ഗുണ്ടയോ? ഏതുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എന്നെ അടിച്ച പാവം. നീ ഇത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ? ഇല്ല. പിന്നെ ഇതാരാ? അറിയില്ല. ഇത് ഞാൻ നിനക്ക് തരുന്നതാണോ? ശ്രീമതി ബ്രോ കുഴപ്പമില്ല. ഇതൊന്ന് അയച്ചോളൂ. ഞാൻ ഒന്നിനു വരും. ഞാൻ പോണു.
Are you okay, baby? എന്റെ പൊന്നു കുഞ്ഞേ, ഒരു കറി പോലും ഇല്ലാതെ ഇങ്ങനെ പച്ചക്ക് ഇടിയപ്പം കഴിക്കാൻ പറ്റുമോ? എന്തോന്ന് സ്വഭാവം എന്തോ. കഴിക്ക്. അമ്മ അല്ല, ഇത് അച്ഛമ്മയുടെ കസേരയല്ലേ? അച്ഛമ്മ ഇല്ലാത്തപ്പം അച്ഛമ്മ കസേരയിൽ ഇരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. ഇന്നേ അച്ഛമ്മ ഇല്ലാത്തോണ്ട് ഈ അങ്കിളാണ് ഇവിടത്തെ മുതലാളി. അച്ഛമ്മ ഇതെങ്ങാനും കണ്ടോണ്ട് വന്നാണ്ടല്ലോ, അങ്കിളതേ ആ പറമ്പിൽ ചെന്ന് കിടക്കും. ഇന്ന് അച്ഛമ്മ വരില്ലല്ലോ, നാളെയല്ലേ വരുള്ളൂ. എന്നിട്ട് തീരുമാനിക്കാം പറമ്പിൽ പോണോ വേണ്ടേന്ന്. അത് കുഴപ്പമില്ലല്ലോ, അച്ഛമ്മ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. പറഞ്ഞവണ്ണം അങ്ങോട്ട് അച്ഛമ്മ വിശ്വസിക്കല്ലേ. അത് മാത്രമല്ല, എന്റെ പൊന്നു മോള് അങ്ങനെ പറയില്ലാന്ന് ഈ അങ്കിളിന് അറിയാം. വിശ്വസിക്കില്ലെന്ന് അറിയാലോ. അറിയാം. കഴി പഞ്ചസാരങ്കിലും വെച്ചേട്ടാ. എന്ത് ചെയ്യൂന്ന് പറ, ഇന്നത്തെ കാലത്ത് ഒരു പിള്ളേര്. ബഹുമാനൊന്നും വേണ്ട. ഇന്ന് കൊച്ചമ്മ നാളെയല്ലേ വരൂന്ന് പറഞ്ഞത്? അല്ല, അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ജോലി ഇന്നുകൊണ്ടങ്ങ് തീർന്നപ്പോ ഇനി പോകുന്നു. ആ, അപ്പോഴാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നേ. അല്ല, പ്രസവ കുഞ്ഞും ലക്ഷ്മി കുഞ്ഞും കൂടെ പുറത്തേക്ക് പോയി. ഞാൻ വിചാരിച്ചു കൂടെ മോളും പോയെന്ന്. ഇപ്പോഴാണ് അറിഞ്ഞത് മോള് പോയിട്ടില്ലാന്ന്. അപ്പൊ തന്നെ ഫുഡ് എടുത്ത് കൊടുത്തു. കറിയൊന്നും വേണ്ടെന്ന്. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി ഇരിക്കുവായിരുന്നു എല്ലാരും കൂടെ, അല്ലേ? അതെ. അയ്യോ, ഒരു നല്ല ചായ ഇട്ടുണ്ട് വേടാ. ഓ, ഭയങ്കര ക്ഷീണം. ശരി കൊച്ചമ്മ. അത്ര കിടിയായിരുന്നു. അല്ലാതിരിക്കട്ടെ, ഞാൻ ഇരുന്നോട്ടോ. ഇരിക്കാം കൊച്ചമ്മ. എനിക്കിരിക്കാമല്ലോ. ഇരിക്കാം. കണ്ട് ക്ഷീണം വന്നപ്പം. അയ്യോ എന്റെ പൊന്നു മക്കളെ, അയ്യോ ഭയങ്കര ക്ഷീണം. കൊണ്ടുവാടാ ചായ. ഞാൻ പറഞ്ഞില്ലേ ഇടിയായിരുന്നെന്ന്. പിന്നെ എന്റെ പൊന്നുമോക്ക് അച്ഛമ്മ ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് പെട്ടിയൊക്കെ തുറക്കുമ്പോ തരാം. ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം കൊച്ചമ്മ. പ്രത്യേകം പറയണോ? വേണ്ട, പോവാ. എടുത്തോണ്ടോടാ പെട്ടിയൊക്കെ. നല്ല കാറ്റുണ്ട് ഇപ്പത്തെ കസേര. ഇതെല്ലാം ഒന്ന് കൊണ്ട് വെച്ചേച്ച് വരട്ടെ മക്കളെ, കേട്ടാ? ശരി അച്ഛമ്മ. അയ്യപ്പാ, മക്കള് കഴിക്കേ. ശരി അച്ഛമ്മ. സുരഭി, എന്താണേലും തന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് താനിത് സക്സസ് ആക്കി എടുത്തല്ലോ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിലാണ് അത് നഷ്ടപ്പെടുമ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോകും. നമ്മള് ഒരാവശ്യമില്ലാതെ അമ്മയെ കുറെ സംശയിച്ചു അല്ലേ? ആവത്തിന് എന്തോരം വിഷമം ഉണ്ടാക്കാണോ? എടോ, താൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? മനഃപൂർവ്വം അല്ലല്ലോ അണ്ണ. അന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ അങ്ങനെ പറയേണ്ടി വന്നു. അതെയല്ലേ സുരഭി, താൻ അമ്മയുടെ അടുത്ത് ചെന്ന് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ എന്താണ് തെറ്റിദ്ധാരണയൊക്കെ മാറിക്കഴിഞ്ഞല്ലോ. ഒരു സോറി പറ. ഓക്കെ, ചായ കുടിക്കും. Hello, my dear Muthukali. How are you? Where is Pinky Mole? കൊച്ചമ്മ വന്നിട്ടുണ്ടോ? കൊച്ചമ്മ വന്നു. അമ്മ നാളെ വരുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നേരത്തെ വന്നോണ്ടേ നിങ്ങൾ രണ്ടുപേരും തിരക്കി. എന്നിട്ട് അണ്ണ എന്തോ പറഞ്ഞു? നിങ്ങൾ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞു. നല്ല ബെസ്റ്റ് മറുപടി. പിന്നെ ഞാൻ എന്തോ മറുപടി പറയണമായിരുന്നു? നീ നാളെ രാവിലെ എണീറ്റ് ഞങ്ങൾ എന്തോന്ന് പറയും? കറങ്ങാൻ പോയി എന്ന് പറയണം. അതെ, നമുക്ക് വരുന്ന വഴിയിൽ ടയർ പഞ്ചറായി പോയി, അതുകൊണ്ട് നേരം വൈകിതാന്ന് പറയാം. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും അല്ലേ പറയാൻ പറ്റുമോ? കഴിച്ചതൊക്കെ ദഹിച്ചു കുറച്ചോ കേട്ടോ. ഉടായ്പ് കാണിക്കാതെ തുടങ്ങി പിന്നെ എന്തിനു ഇതിനൊക്കെ പോണത്? കഷ്ടം. ആ, അടുത്ത ഗ്രൂപ്പ് വന്നാ. സമാധാനമായി. ഇനി കിടന്ന് ഉറങ്ങാലോ. പിന്നെ കൊച്ചമ്മ വന്നായിരുന്നു. അമ്മ വന്നോ? ആ, വന്നു. നിങ്ങൾക്കേ ഉള്ള ആഹാരം ഞാൻ അടുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിക്കണേ. ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടാ. കിടന്ന് ഉറങ്ങണ്ടോ? അതിനു മുമ്പ് ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
സുരഭി നോടോ. അണ്ണൻ പൊക്കോ, ഞാൻ വരാം. ശരി. അമ്മ എന്നോട് ക്ഷമിക്കണം. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അമ്മയ്ക്ക് എന്നെ അറിയാലോ. എന്തൊക്കെയായാലും എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നത് അമ്മയാ. ഞാനതൊരിക്കലും മറക്കൂല അമ്മ. പിന്നെ എന്റെ ഭാഗത്തൊന്നും തെറ്റ് പറ്റിപ്പോയി. ഒന്നും മനഃപൂർവ്വം അല്ല അമ്മ. എന്നോട് ക്ഷമിക്കും.